ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കണക്കുകൾ വയനാട് ദുരിതാശ്വാസത്തിന്റെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ്. എന്തായാലും ഇത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് എവിടെയാണ് തയ്യാറാക്കിയത്? ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണോ തയ്യാറാക്കിയത്, അതോ ഈ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത്? ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ? അത് ഞങ്ങൾ ഒച്ചയുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഞങ്ങളാണ്, സർക്കാരൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ പിന്നെ പ്രതിപക്ഷം എന്താ മൗനം പാലിക്കുന്നതെന്നിരിക്കുന്നത്? സർക്കാർ വല്ല പരാതിയും പറഞ്ഞോ? നിങ്ങളോട് വല്ല പരാതിയും പറഞ്ഞോ? ഒന്നും ആരോടും പറഞ്ഞില്ലല്ലോ. ആദ്യം ഗവൺമെന്റ് അല്ലേ പറയണ്ടേ? ഗവൺമെന്റ് പ്രോപ്പറായിട്ടുള്ള ഇത് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് റീസണബിൾ സമയം വേണം അത് പരിശോധിക്കാൻ. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സർക്കാരാണ് പറയേണ്ടത്. ഞങ്ങളോട് നടക്കാം ഇത് കിട്ടിയിട്ടില്ല എന്ന്. അല്ലാതെ പ്രതിപക്ഷം കിടന്ന് ഒച്ചയുണ്ടാക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താ അതിന്റെ അകത്ത് എന്ത് യുക്തിയുള്ളത്? അല്ല, അതിന് ഇവര് പോയി പ്രധാനമന്ത്രിയെ കണ്ടത് കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് പരാതി പറയാത്തപ്പോൾ പ്രതിപക്ഷം പരാതി പറയുന്നത് ശരിയാണോ? ഞങ്ങളിത് സർക്കാരുമായിട്ട് യോജിച്ചു ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊരു വിഷയം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല ഇതുവരെ. ഞാൻ ചോദിക്കട്ടെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ, കുറവുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന എത്രയോ കാര്യങ്ങൾ ഈ വിഷയമായിട്ടുണ്ട്. പക്ഷെ ഇതൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. നാട്ടിൽ ദുരന്തം ഉണ്ടാവുമ്പോൾ, ദുരന്തബാധിതരെ വിഷമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കിടന്ന് അനാവശ്യമായിട്ടുള്ള ഒരു ബഹളവും ഉണ്ടാക്കിയിട്ടില്ല, ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. ഗവൺമെന്റിനെ ഞങ്ങൾ ചെന്ന് മുഖ്യമന്ത്രിയെ കാണേണ്ടത്. രണ്ടാമതാണ് ഞങ്ങളെ മുഖ്യമന്ത്രി വിളിച്ചത്. മൂന്നാമതാണ് 2 പ്രാവശ്യം സർവകക്ഷി യോഗത്തിൽ. അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തത്. അപ്പൊ മുഖ്യമന്ത്രി പറയട്ടെ, ഗവൺമെന്റ് പറയട്ടെ, പണം തരുന്നില്ല. അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ പരാതി ഉണ്ടാക്കുന്നത്? അവർ പറയട്ടെ, അവർക്ക് പണം ആവശ്യമുണ്ട്. ആ പണം, ആവശ്യമായ പണം കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല. സാധാരണ കൊടുക്കാറുണ്ട്. സാധാരണ കണക്ക് വെച്ച് കൊടുക്കുന്നത് കൂടാതെ ഒരു അഡ്വാൻസ് തുകയായിട്ട് പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അതിവിടെ കിട്ടിയിട്ടില്ല എന്ന് സർക്കാർ പരാതിയില്ല. മനസ്സിലായ? സർക്കാർ ഒരു പരാതിയില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ പരാതി പറയണത്? അത് അവരുണ്ടാക്കി വെച്ചാണ്. നിങ്ങളുണ്ടാക്കിയെന്നാണ് പറയുന്നത്, മാധ്യമങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇത് ഹൈക്കോടതിയുടെ വിധിയിൽ വന്ന സംഭവമാണ്. അത് ആരും ക്രിയേറ്റ് ചെയ്തതല്ല. ഈ മെമ്മോറാണ്ടം പുറത്തു വന്നത് ഹൈക്കോടതി വിധിയിൽ കൂടിയാണ്. നമ്മളെല്ലാം വായിക്കുന്നത് ഹൈക്കോടതി വിധിയിൽ കൂടിയാണ്. ഇങ്ങനെയാണ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ ഒരുപാട് പാളിച്ചകളുണ്ട്.